ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം, സേഫ്റ്റി പ്രിക്കോഷൻസ്, റിലേറ്റഡ് ഹസാർഡ്സ് ഓൺ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, ഹെൽത്ത് പ്രോബ്ലംസ് വൈൽ യൂസിങ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, ഫയർ ഡേഞ്ചറസ് associated with hydraulic fluids, environmental problems related to hydraulic fluids, fluid texture problems, injuries from loose hydraulic hoses, hydraulic pumps, classification of pumps, types of hydraulic pumps, external gear pump, internal gear pump, lobe pump, vane pump, balanced vane pump, piston pump, axial piston pump, bent axis piston pump, റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്നിവയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രഷർ റിലീഫ് വാൽവ്, ട്യൂബ് ആൻഡ് പൈപ്പ് അസംബ്ലി, ട്യൂബ് മെറ്റീരിയൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ് ഇൻ ഹൈഡ്രോളിക്സ്, ഫ്ലെക്സിബിൾ കണക്ഷൻസ്, റിജിഡ് കണക്ഷൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഹോസസ്, ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ ഹോസസ്, ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, pressure and temperature withstanding capacity, types of pipe end fitting, specification of hoses, connectors, do's and don'ts in tube or hose fitting എന്നിവയാണ്. ഇതിൽ ആദ്യമായിട്ട് പ്രഷർ റിലീഫ് വാൽവ്. സാധാരണയുള്ള ഒരു പ്രഷർ റിലീഫ് വാൽവിൻ്റെ ഭാഗ്യവീക്ഷണമാണ് ചിത്രം 1 കാണിച്ചിരിക്കുന്നത്. വെളിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗം നോബാണ്. ഒരു പൈലറ്റ് ഓപ്പറേറ്റഡ് റിലീഫ് വാൽവിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. ചിത്രം 2 നോക്കുക. ബോഡി. വാൽവിൻ്റെ ബോഡി ഒരു ഫൈൻ ഗ്രേഡ് കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിച്ചതാണ്. കാസ്റ്റിങ്ങിൻ്റെ അകവശം പിസ്റ്റൺ സീറ്റ്, ലൈറ്റ് സ്പ്രിങ് എന്നിവ ഉൾക്കൊള്ളിക്കുന്നതിനായി ആക്യുറേറ്റായി മെഷീൻ ചെയ്തിരിക്കുന്നു. ടോപ്പ് കവർ സ്ക്രൂകൾ ഉപയോഗിച്ച് ബോഡിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, ഡ്രെയിൻ കണക്ഷൻ എന്നീ പോർട്ടുകൾ ത്രെഡഡ് ഹോളുകൾ ആയിട്ട് ബോഡിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രധാന റിലീവിംഗ് മെക്കാനിസം ബോഡിയിൽ ഉൾക്കൊള്ളുന്നു. ടോപ്പ് കവർ. ടോപ്പ് കവറും ഒരു ഫൈൻ ഗ്രേഡ് കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ അകവശത്ത് പോപ്പറ്റ്, ഹെവി സ്പ്രിങ്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്, സീലുകൾ, വെൻറ്റ് പ്ലഗ് എന്നിവ ഉൾക്കൊള്ളിക്കുന്നതിനായി മെഷീൻ ചെയ്തിരിക്കുന്നു. ടോപ്പ് കവർ സ്ക്രൂകൾ ഉപയോഗിച്ച് ബോഡിയിൽ ഉറപ്പിക്കുന്നു. ടോപ്പ് കവറിൽ മുൻ പ്രസ്താവിച്ച ഭാഗങ്ങളായ പൈലറ്റ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഉൾക്കൊള്ളുന്നു. പിസ്റ്റൺ. ഇത് ബോഡിയിലെ പ്രധാന റിലീവിംഗ് വാൽവ് എലമെൻ്റാണ്. ഇത് വിയർ റെസിസ്റ്റൻ്റ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി ഹാർഡൻ ചെയ്ത് ഗ്രൈൻഡ് ചെയ്താണ്. വാൽവിൻ്റെ സ്ലൈഡിംഗ് ഭാഗങ്ങളിൽ ഷാലോ ഗ്രൂവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ഗ്രൂവുകൾ ഓയിൽ ലൂബ്രിക്കേഷന് വേണ്ടി ഓയിൽ ഫിലിം ആയിട്ട് നിലനിർത്തുന്നു. ഒരു ത്രൂ ഹോൾ വാൽവ് പിസ്റ്റൻ്റെ സെൻറ്ററിൽ ഉണ്ട്. ചിത്രം 3 നോക്കുക. വലിയ ഡയമീറ്ററിലെ ഫ്ലാറ്റ് സൈഡിൽ ഒരു ഓറിഫീസ് ഹോൾ ഉണ്ട്. ത്രൂ ഹോളിൻ്റെ ആവശ്യം തള്ളൽ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ റിലീവ് ആകുന്നതിന് വേണ്ടിയാണ്. ഓറിഫീസ് ഹോൾ ഇൻലെറ്റ് പ്രഷർ ഏരിയയിൽ നിന്ന് പിസ്റ്റണിനെ ബാലൻസ് ആക്കുന്നു. പിസ്റ്റണിന് മുകളിലുള്ള ഭാഗം വരെ ഫില്ലായി വാൽവിൻ്റെ ബോട്ടം ക്ലോസ്ഡ് കണ്ടീഷനിൽ ഒരു കോൺ സീറ്റിങ്ങിനായി ടേപ്പർ ആക്കിയിരിക്കുന്നു. പിസ്റ്റൺ ബോഡിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ലൈറ്റ് സ്പ്രിങ്. ലൈറ്റ് സ്പ്രിങ്ങിൻ്റെ ആവശ്യം ഒരു ബാലൻസ്ഡ് കണ്ടീഷനിൽ സീറ്റിനെതിരായിട്ട് പിസ്റ്റൺ ഡൗൺ ആകാതെ സ്ഥിരമായി നിലനിർത്തുന്നതിനാണ്. ഇത് പിസ്റ്റണിൻ്റെ ലാർജ് ഡയമീറ്ററിനും പിസ്റ്റണിൻ്റെ അപ്പർ സ്റ്റെമ്മിന് ചുറ്റുമുള്ള ബോഡി പോർഷനും ഇടയിൽ ഉൾക്കൊള്ളുന്നു. ഈ സ്പ്രിങ് ടെൻഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒന്നല്ല. പിസ്റ്റൺ സീറ്റ്. ഇതൊരു ടൈറ്റായിട്ട് ബോഡിയിൽ ഫിക്സ് ചെയ്യുന്ന ലൈനർ പുഷാണ്.
ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വിയർ റെസിസ്റ്റൻ്റ് സ്റ്റീൽ കൊണ്ട് ഹാർഡൻ ചെയ്ത് ഗ്രൈൻഡ് ചെയ്താണ്. ബുഷിൻ്റെ അകവശം പിസ്റ്റൺ വാൽവിൻ്റെ ടേപ്പേർഡ് പോർഷൻ സീറ്റാവുന്നതിനായി ഒരു ടേപ്പർ ഉണ്ട്. പോപ്പറ്റ് ടോപ്പ് കവറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കോണിക്കൽ ഭാഗമാണ്. ഇത് ഒരു ഹെവി സ്പ്രിംഗ് ഉപയോഗിച്ച് യഥാസ്ഥാനത്ത് പിടിപ്പിച്ചിരിക്കുന്നു. ഇതും ഒരു വിയർ റെസിസ്റ്റൻ്റ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഫൈൻ കോണിക്കൽ സർഫസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നു. ഈ കോണിക്കൽ സീറ്റ് പൈലറ്റ് പോർട്ടിൽ നിന്നുള്ള ഓയിലിനെതിരായിട്ട് പെർഫെക്റ്റ് സീലിംഗ് ഉണ്ടാക്കുന്നു. പോപ്പറ്റ് ഈ ഹെവി സ്പ്രിംഗ് വഴി സ്വസ്ഥാനത്ത് നിലനിർത്തുന്നു. പോപ്പറ്റ് സീറ്റ് ഇത് പോപ്പറ്റ് വാൽവിന് വേണ്ടിയുള്ള ഒരു സീറ്റാണ്. ഇതിനുള്ളിൽ ഒരു കോണിക്കൽ സീറ്റ് പോപ്പറ്റിൻ്റെ ടേപ്പറായിട്ടുള്ള സർഫസുമായി മാച്ച് ചെയ്യത്തക്ക രീതിയിലുണ്ട്. ഇത് ഒരു ഹാർഡൻ ചെയ്ത് ഗ്രൈൻഡ് ചെയ്തും പ്രസ് ഫിറ്റായി ടോപ്പ് കവറിനകത്ത് ദൃഢമായി ഉറപ്പിച്ചിരിക്കുന്നു. ഹെവി സ്പ്രിംഗ് ഈ സ്പ്രിംഗ് പൈലറ്റ് പോർട്ടിൽ പോപ്പറ്റിനെ സീറ്റാക്കുന്നു. ഈ സ്പ്രിംഗ് ഒരു പ്ലഞ്ചറിനും പോപ്പറ്റിൻ്റെ മാക്സിമം ഡയമീറ്ററിന് ഇടയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പൈലറ്റ് പോർട്ടിൽ ഓയിൽ പുറപ്പെടുവിക്കുന്ന ഫോഴ്സ് കൂടുതലാകുമ്പോൾ ഓയിൽ റിലീവ് ചെയ്യുന്നതിന് ഹെവി സ്പ്രിംഗ് പോപ്പറ്റിനെ ഉയർത്തുന്നു. സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നോബ് മുഖേന അഡ്ജസ്റ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഒരു ഫൈൻ പിച്ചായ സ്ക്രൂ നോബിനോട് കൂടിയത് ടോപ്പ് കവറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ സ്ക്രൂവിന് വേണ്ടിയുള്ള മാച്ചിങ് ത്രെഡ് റീടൈനറിൽ ഉണ്ടാക്കിയത് ബോഡിയിൽ ഒരു ലോക്ക് നട്ട് ഉപയോഗിച്ച് ദൃഢമായി ഉറപ്പിച്ചിരിക്കുന്നു. സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനിഷ്യൽ സെറ്റിങ്ങിനായി സ്പേസറുകൾ ഉപയോഗിക്കുന്നു. കാസ്റ്റ് ബോഡികൾക്കും സ്ക്രൂ എൻഡിനും ഇടയ്ക്കുള്ള ലീക്കേജ് ഹീറ്റും ഓയിലും റെസിസ്റ്റ് ചെയ്യുന്ന റബ്ബർ കൊണ്ടുണ്ടാക്കിയ അനുയോജ്യമായ സീൽ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഒരു പൈലറ്റ് ഓപ്പറേറ്റഡ് റിലീഫ് വാൽവിൻ്റെ എല്ലാ പോർട്ടുകളും ചേർന്നുള്ള കംപ്ലീറ്റ് അസംബ്ലി ചിത്രം 4-ൽ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ട്യൂബ് ആൻഡ് പൈപ്പ് അസംബ്ലി. ഏത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലും ഫ്ലൂയിഡ് ഒരു എലമെൻറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് നിർത്താതെ പാസ് ചെയ്യണം. ഈ ആവശ്യത്തിനായി ട്യൂബിംഗ് നടത്തുന്നു. ഹൈഡ്രോളിക് സർക്യൂട്ടുകളിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പല ഭാഗങ്ങളിൽ കൂടി ഫ്ലൂയിഡിനെ ലീക്ക് പ്രൂഫായിട്ട് വഹിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി ട്യൂബുകൾ ഉപയോഗിക്കുന്നു. ഈ പൈപ്പുകളും അല്ലെങ്കിൽ ട്യൂബുകളും പ്രഷറും ടെമ്പറേച്ചറും ചെറുത്തു നിൽക്കാൻ കഴിയുന്നവയായിരിക്കണം. അങ്ങനെ ഈ പൈപ്പുകൾ ഫ്ലൂയിഡിലെ ഹീറ്റിനെ വ്യാപിപ്പിക്കുന്ന ഒരു പ്രതലമായിട്ട് പ്രവർത്തിക്കുന്നു. സാധാരണ ട്യൂബും പൈപ്പും എന്ന പദം എല്ലായ്പ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ട്യൂബ് ആൻഡ് പൈപ്പ്. ഒരു ട്യൂബും പൈപ്പും തമ്മിലുള്ള വ്യത്യാസം. ഒരു ട്യൂബും പൈപ്പും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. സാധാരണ പൈപ്പ് വോളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ട്യൂബ് വോളുകൾക്ക് കനം കുറവാണ്. സാധാരണയായി ട്യൂബ് സീംലെസ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ. നേരെ മറിച്ച് പൈപ്പ് ബെവൽഡാണ്. ട്യൂബുകളുടെ കനക്കുറവ് കാരണം അതിൽ ത്രെഡ് ചെയ്യാൻ കഴിയത്തില്ല. നേരെ മറിച്ച് പൈപ്പുകളിൽ സ്ട്രെങ്തിനെ ബാധിക്കാത്ത വിധത്തിൽ ത്രെഡ് ചെയ്യാൻ കഴിയുന്നു. ട്യൂബുകളും പൈപ്പുകളും സ്റ്റീലിൽ ലഭ്യമാണ്. പക്ഷേ ട്യൂബുകൾ കോപ്പറിലും ബ്രാസിലും സ്റ്റീലിലും പ്ലാസ്റ്റിക്കിലും ലഭ്യമാണ്.
ട്യൂബുകളെ പൈപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ബെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ട്യൂബുകൾക്ക് പൈപ്പുകളേക്കാൾ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു പ്രധാന വ്യത്യാസം, ഒരു പൈപ്പിൽ നിന്നും ട്യൂബിന് അതിൻ്റെ ഇന്നർ വോൾ സ്മൂത്താണ്. അതുകൊണ്ട് ലിക്വിഡിൻ്റെ ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാക്കി അതിൻ്റെ ഫലമായി ഒരു ലാമിനാർ ഫ്ലോ ആകുന്നു, അതായത് ലോലമായ പാളികളായിട്ട് ഒഴുകുന്ന ഫ്ലോ. എന്നാൽ ഒരു പൈപ്പിൽ കൂടി സാധാരണ ഒരു ടർബുലൻ്റ് ഫ്ലോയാണ്, അതായത് ഇളകിമറിയുന്ന ഫ്ലോ. പൈപ്പിൻ്റെ അകവശം ഒരു സ്മൂത്തർ സർഫസ് അല്ല. പക്ഷേ പൊതുവെ വർക്ക് പ്ലേസുകളിൽ ഇപ്പോൾ പോലും പൈപ്പുകളെയും ട്യൂബുകളെയും സൂക്ഷ്മമായി പരാമർശിക്കുന്നില്ല. ട്യൂബ് മെറ്റീരിയൽ. ട്യൂബുകൾ സാധാരണയായി സ്പെസിഫൈ ചെയ്യുന്നത് അവയുടെ ഔട്ട്സൈഡ് ഡയമീറ്ററും ലെങ്തിലും ആണ്. സാധാരണ ലെങ്ത് തയ്യാറാക്കുന്നത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ട്യൂബ് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ട്യൂബുകൾ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ, അതായത് കോപ്പർ, ബ്രാസ്, അലൂമിനിയം, കാർബൺ സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ചവയാണ്. എല്ലാ ട്യൂബുകളും സാധാരണ സീംലെസ് ഡ്രോൺ ട്യൂബുകളാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ് ഇൻ ഹൈഡ്രോളിക്സ്. ഹൈഡ്രോളിക്സിലെ പൈപ്പ് ഫിറ്റിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. ട്യൂബ് അല്ലെങ്കിൽ പൈപ്പ് ഫിറ്റിംഗ് ഹൈഡ്രോളിക്സിൽ സാധാരണയായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റിജിഡ് കണക്ഷൻസ്, ഫ്ലെക്സിബിൾ കണക്ഷൻസ് എന്നിങ്ങനെയാണ്. റിജിഡ് കണക്ഷൻസ്. റിജിഡ് ട്യൂബിങ്ങിന് മെറ്റാലിക് ട്യൂബുകൾ ഉപയോഗിക്കുന്നു. ട്യൂബ് ആവശ്യമുള്ള നീളത്തിൽ ബെൻഡ് ചെയ്ത് ഷേപ്പാക്കി സർക്യൂട്ടിലെ പല ഭാഗങ്ങളിൽ കണക്ട് ചെയ്യുന്നു. ചിത്രം 1 നോക്കുക. ഈ ടൈപ്പ് കണക്ഷൻ ചെയ്യുന്നത് സർക്യൂട്ടിന് മാത്രം ഒരു ചേഞ്ച് വേണ്ടാതെ തയ്യാറാക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നീട് ഭാഗങ്ങളുടെ സ്ഥാനത്തിന് ചേഞ്ച് വേണ്ടപ്പോഴോ ആണ്. ഒരു ചേഞ്ച് വേണമെങ്കിൽ നിലവിലുള്ള പൈപ്പുകൾ ഡിസ്കണക്ട് ചെയ്ത് പുതിയ പൈപ്പുകൾ വീണ്ടും ബെൻഡ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. അടുത്തത് ഫ്ലെക്സിബിൾ കണക്ഷൻ. ഈ ഒരു രീതിയിൽ എലമെൻറ്റുകൾ ഫ്ലെക്സിബിൾ ട്യൂബുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതിനാൽ സാധാരണ ഹോസുകൾ എന്ന് വിളിക്കുന്നു. ഫ്ലെക്സിബിൾ ഹോസുകൾ സിന്തറ്റിക് റബ്ബർ ട്യൂബുകൾ, 1-2 ടെൻസൈൽ സ്റ്റീൽ വയറിൻ്റെ ബ്രൈഡുകൾ കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്തതോ അല്ലെങ്കിൽ സിന്തറ്റിക് യാൺ, അതായത് സിന്തറ്റിക് ഫൈബറുകളുടെ ഇഴ, കാലാവസ്ഥയെ ചെറുക്കുന്ന റബ്ബർ കൊണ്ട് അനുയോജ്യമായ രീതിയിൽ കവർ ചെയ്തോ ഉണ്ടാക്കുന്നു. ചിത്രം 2 നോക്കുക. ഫ്ലെക്സിബിൾ ഹോസുകൾ ഹോസിൻ്റെ തന്നെ ഈർപ്പത്തിൽ പൾസേറ്റിംഗ് പ്രഷർ കൈകാര്യം ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. റിജിഡ് പൈപ്പിൻ്റെ കാര്യത്തിൽ വൈബ്രേഷൻ്റെ ഫലമായി ഒടുവിൽ കണക്ഷൻ ലൂസാകുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോകലിനോ കാരണമാകുന്നു. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഹോസസ്. ഷോക്ക് നോയ്സിനും വൈബ്രേഷനും എതിരായി പ്രതിരോധിക്കുന്നു. സ്ഥിരമായ ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്നു. ഇടുങ്ങിയ സ്ഥലത്ത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ടെമ്പററി കണക്ഷനുകൾ നല്ല രീതിയിൽ ചെയ്യാം. ഇടവിട്ട് മാറ്റേണ്ട കണക്ഷനുകളും ഡിസ്കണക്ഷനുകളും സാധ്യമാകുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ ഹോസസ്. ഫ്ലെക്സിബിൾ ഹോസുകൾ പല പ്രഷറുകളിലും ടെമ്പറേച്ചർ റേഞ്ചിലും വഹിക്കുന്നതിന് ലഭ്യമാണ്. ഹോസുകൾ സാധാരണ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, സിംഗിൾ ഓർ ഡബിൾ വയർ ബ്രൈഡഡ്, ചിത്രം 3-4 നോക്കുക. സിന്തറ്റിക് യാൺ ബ്രൈഡഡ്, കോട്ടൺ, ഫൈബർ, ആസ്പെറ്റോസ് എക്സെട്ര. സാധാരണ സിന്തറ്റിക് യാൺ ബ്രൈഡഡ് ഹോസുകളുടെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ ഫ്ലെക്സിബിളാണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രഷറിന് ഒരു പരിമിതിയുണ്ട്. നേരെ മറിച്ച് വയർ ബ്രൈഡഡ് ഹോസുകൾക്ക് സ്റ്റീൽ വയർ ഉപയോഗിക്കുന്നത് കൊണ്ട് 300 cm² പ്രഷർ വരെ ചേർത്ത് നിൽക്കുന്നതിന് യോജിച്ചതാണ്. പക്ഷേ സിന്തറ്റിക് യാൺ ബ്രൈഡഡ് ഹോസ് പോലെ ഫ്ലെക്സിബിൾ അല്ല. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി. പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും പ്രതിരോധശേഷി. ഹൈഡ്രോളിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഹോസുകൾ അതിൽ കൂടി ഒഴുകുന്ന ഓയിലിൻ്റെ പ്രഷറിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഹോസുകൾ അതിൻ്റെ പ്രഷർ പ്രതിരോധശേഷിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കൂടാതെ ഇത് കൊടുത്തിരിക്കുന്നത് SAE-J 517, SAE 100 R1, SAE 100 R2 മുതലായ സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡേർഡിലാണ്. R1, R2 എന്നീ നമ്പറുകൾ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും പ്രതിരോധശേഷിയും കൂടാതെ കൺസ്ട്രക്ഷനും സൂചിപ്പിക്കുന്നു.
ആവശ്യമുള്ള ഹോസുകൾ സെലക്ട് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷനിലെ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന മാക്സിമം പ്രഷറിനെക്കുറിച്ച് അറിയണം. പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും യഥാർത്ഥ മൂല്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദകൻ്റെ കാറ്റലോഗ് റഫർ ചെയ്യുക. അത് ടൈപ്പ് ഓഫ് പൈപ്പ് എൻഡ് ഫിറ്റിംഗ്. ഹോസുകൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ അനുയോജ്യമായ വിവിധ കണക്ടറുകൾ ഉറപ്പിക്കേണ്ടി വരുന്നു. കൂടാതെ ഇത് പല വിധത്തിലുള്ള എൻഡ് ഫിറ്റിങ്ങോടു കൂടിയുള്ളത് ലഭ്യമാണ്. കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പലതരത്തിലുള്ള എൻഡ് ഫിറ്റിങ്ങുകൾ ലഭ്യമാണ്. അവയിൽ ചിലത് ചിത്രം 5-ൽ കാണിച്ചിരിക്കുന്നു. സ്പെസിഫിക്കേഷൻ ഓഫ് ഹോസസ്. ഫ്ലെക്സിബിൾ ഹോസുകൾ ഈ ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ഇൻറ്റേർണൽ ഡയമീറ്റർ, 2 കണക്ടറുകൾക്കിടയിലുള്ള നീളം, പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും പ്രതിരോധശേഷി, ടൈപ്പ് ഓഫ് എൻഡ് ഫിറ്റിംഗ്. നിശ്ചിത ആപ്ലിക്കേഷനു വേണ്ടി ഇവയെല്ലാം ഉൽപ്പാദകൻ്റെ കാറ്റലോഗിൽ നിന്ന് ഉടൻ തന്നെ റഫർ ചെയ്യാം. ഒരു ഉദാഹരണം: ഡയ 10x1000 SAE 100 R2 ബോത്ത് എൻഡ്സ് ഫീമെയിൽ നട്ട്സ്. അടുത്തത് കണക്റ്റേഴ്സ്. പലതരം ഹൈഡ്രോളിക് എലമെൻറ്റുകളുടെ ബോഡിയിൽ ട്യൂബ് എൻഡുകളുമായി കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് കണക്ടറുകൾ. കണക്ടറുകൾ മറ്റു പല ആവശ്യങ്ങളും നിർവഹിക്കുന്നു. അതായത് ട്യൂബിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ, ഫ്ലോ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ, ഫ്ലോ നിയന്ത്രിക്കുന്നതിന് മുതലായവ. പലതരം പരിമിതികളനുസരിച്ച് കണക്ടറുകളെ ഗ്രൂപ്പ് ചെയ്യുന്നു. സീലിംഗ് ഡിസൈൻ അനുസരിച്ചുള്ള ടൈപ്പ്, ഷേപ്പ്, സൈസ്, ഉപയോഗിക്കേണ്ട ആവശ്യം എന്നിവയ്ക്കനുസരിച്ച്. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സീലിംഗ് ഡിസൈൻ. ഫ്ലയേർഡ് ഫിറ്റിംഗ്. ചിത്രം 6 നോക്കുക. ഇതിൽ പൈപ്പ് ഫ്ലയർ ചെയ്ത് അനുയോജ്യമായ കണക്ടറിൽ ഫിറ്റ് ചെയ്യും. ഓറിംഗ് കംപ്രഷൻ ഫിറ്റിംഗ്. ചിത്രം 7 നോക്കുക. ഈ ടൈപ്പിൽ ഓറിംഗ് സീലുകൾ പൈപ്പിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിൽ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ച് പൈപ്പിനെ ശരിയായ സ്ഥാനത്ത് ക്ലാമ്പ് ചെയ്യുന്നു. സ്ലീവ് കംപ്രഷൻ ഫിറ്റിംഗ്. ചിത്രം 8 നോക്കുക. ഇതിൽ നെക്ക് സീലുകൾ പൈപ്പിൽ ഓയിലിനു വേണ്ട മാർഗം സ്ലീവിന് നേരെ ഫോം ചെയ്യുന്നു. ഫെറൂൾ കംപ്രഷൻ ഫിറ്റിംഗ്. ചിത്രം 9 നോക്കുക. ഇതിൽ ഫെറൂൾ ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇത് ട്യൂബിനെ മുറുകെ പിടിച്ച് ഒരു പെർമനൻ്റ് സീൽ ഫോം ചെയ്യുന്നു. ഓറിംഗ് ഫിറ്റിംഗ്. ചിത്രം 10 നോക്കുക. ഒരു ഫ്ലാറ്റ് ഫേസോട് കൂടിയ ഒരു റിംഗ് പൈപ്പിൽ വെൽഡ് ചെയ്ത് ഈ ഫേസ് ഒരു ഓറിങ്ങിന് എതിരായിട്ട് സീൽ ചെയ്യുന്നു. പലതരം ഫിറ്റിങ്ങുകളെ വിശദമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഫിറ്റിങ്ങുകൾ ഓരോന്നും ഉൽപ്പാദകൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് കണക്ട് ചെയ്യുമ്പോൾ മാത്രം കണക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കും. കണക്ടറിൻ്റെ ശരിയായ ടൈപ്പ് സെലക്ട് ചെയ്യാൻ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവ. സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പ്രഷർ, അസംബ്ലി ചെയ്യുന്നതിൻ്റെയും ഡിസസംബ്ലി ചെയ്യുന്നതിൻ്റെയും ആവർത്തനം, സർക്യൂട്ടിലെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഷോക്ക് ലെവൽ, വർക്കിംഗ് ഏരിയ. അടുത്തത് അക്കോർഡിംഗ് ടു ദ സൈസ്, ഷേപ്പ് ആൻഡ് പർപ്പസ് ഓഫ് യൂസ്. കണക്ടറുകൾ ഒരു ട്യൂബ് ഒരു ഹൈഡ്രോളിക് എലമെൻറ്റുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്യൂബ് എൻഡ് മറ്റൊരു ട്യൂബ് എൻഡുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നു. ടു കണക്ട് എ ഹൈഡ്രോളിക് എലമെൻറ്റ് ടു എ ട്യൂബ് എൻഡ്. ഒരു ഹൈഡ്രോളിക് എലമെൻറ്റുമായി ഒരു ട്യൂബ് എൻഡ് കണക്ട് ചെയ്യുന്നതിന്. ചിത്രം 11-ൽ കാണുന്ന പോലെ കണക്ടറിലുള്ള ത്രെഡുകൾ ഹൈഡ്രോളിക് എലമെൻറ്റിൻ്റെ ബോഡിയിൽ സ്ക്രൂ ചെയ്യുന്നതിനാണ്. മറ്റേ സൈഡിൽ ഒരു ട്യൂബ് യോജിച്ച സീലിങ്ങോടുകൂടി ഫിക്സ് ചെയ്യുന്നു. ഈ സീലിംഗ് മുൻ പ്രസ്താവിച്ച വിവരണങ്ങളിൽ നിന്ന് വിവിധ മെത്തേഡുകളിൽ ചെയ്യുന്നു. ഈ കണക്ടറുകൾ അക്കോമഡേറ്റ് ചെയ്യേണ്ട പൈപ്പിൻ്റെ സൈസിനനുസരിച്ച് ലഭ്യമാണ്. ചാർട്ട് കാണിക്കുന്നത് കണക്ടറിലെ ത്രെഡുകളുടെ സൈസും പൈപ്പ് സൈസുമാണ്. പലതരം കണക്ടറുകൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഡയറക്ഷൻ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഇവയാണ്. സ്ട്രെയിറ്റ് കണക്ടർ. ചിത്രം 12 നോക്കുക. ട്യൂബിനെ പെർപെൻഡിക്കുലർ ആയി ബോഡിയുമായി കണക്ട് ചെയ്യുന്നതിനാണ്. എൽബോ കണക്ടർ. ചിത്രം 13 നോക്കുക. ട്യൂബ് എൻഡ് പാരലലായി ഹൈഡ്രോളിക് എലമെൻറ്റുകളുടെ ബോഡിയിൽ കണക്ട് ചെയ്യുന്നതിന്. ബാൻജോ കണക്ടർ. ചിത്രം 14 നോക്കുക. ബാൻജോ കണക്ടറുകൾ ഒരു എൽബോ കണക്ടർ പോലെയാണ്, പക്ഷേ ഓർട്ടാക്സിസിന് 360 ഡിഗ്രി തിരിക്കുന്നതിന് ഉള്ള ഫെസിലിറ്റി ഇതിനുണ്ട്. ഫ്ലാഞ്ച് കണക്ഷൻ. ചിത്രം 15 നോക്കുക. വലിയ സൈസിലുള്ള വാൽവുകൾക്ക്
ത്രെഡഡ് പോർട്ടുകൾ ഉണ്ടായിരിക്കുകയില്ല. ഇവയ്ക്ക് ഒരു പോർട്ടായിട്ട് ഒരു ഹോൾ മാത്രമേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഒരു ഫ്ലാഞ്ച് ബോഡിയിൽ ഉറപ്പിക്കുകയും കണക്ടർ ഫ്ലാഞ്ചിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഫ്ലഷ് മൗണ്ടിംഗ് എന്നും വിളിക്കുന്നു. പ്ലഗ്. ചിത്രം 16 നോക്കുക. ഒരു പ്ലഗ് ഹൈഡ്രോളിക് എലമെൻറ്റിൻ്റെ ഏതെങ്കിലും പോർട്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഒരു ട്യൂബ് എൻഡ് മറ്റൊരു ട്യൂബ് എൻഡുമായി കണക്ട് ചെയ്യുന്നതിന്. ടി കണക്ടർ. ചിത്രം 17 നോക്കുക. ഒരു ജംഗ്ഷനിൽ 3 പൈപ്പ് എൻഡുകൾ കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. 4-വേ കണക്ടർ. ചിത്രം 18 നോക്കാം. ഒരു ജംഗ്ഷനിൽ 4 പൈപ്പ് എൻഡുകൾ കണക്ട് ചെയ്യുന്നു. റെഡ്യൂസർ. ചിത്രം 19 നോക്കുക. വ്യത്യസ്ത സൈസിലുള്ള 2 പൈപ്പ് എൻഡുകൾ കണക്ട് ചെയ്യുന്നതിന്. അടുത്തത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ട്യൂബ് അല്ലെങ്കിൽ ഹോസ് ഫിറ്റിംഗ്. ട്യൂബ് അല്ലെങ്കിൽ ഹോസിൻ്റെ ഫിറ്റിംഗ് ലൈഫ് വളരെ ആശ്രയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഫിറ്റിംഗ് ഡിസൈൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇവ സ്ഥാപിക്കുന്നതെന്നുമാണ്. റിജിഡ് കണക്ഷനുകളുടെ കാര്യത്തിൽ ഈ വിവരങ്ങൾ ശ്രദ്ധിക്കണം. ട്യൂബ് ബെൻഡ് ചെയ്യേണ്ടത്, അതായത് ബെൻഡിൽ ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ ബെൻഡ് കോർണറുകളിൽ ചുളിവുകളോ ഉണ്ടാകാൻ പാടില്ല. ചിത്രം 20 നോക്കുക. ട്യൂബുകൾ സ്ഥാപിക്കേണ്ടതും നീക്കം ചെയ്യേണ്ടതും ട്യൂബിങ്ങിൻ്റെ സ്പ്രിങ്ങിങ്, ബെൻഡിങ് അല്ലെങ്കിൽ ഡാമേജിങ് എന്നിവ ഒഴിവാക്കിയാണ്. ചിത്രം 21 നോക്കുക. 1 മീറ്ററിൽ കൂടുതൽ നീളമുണ്ടെങ്കിൽ ട്യൂബുകൾക്ക് ലെങ്തിന് നേരെ സപ്പോർട്ട് വേണം. ചിത്രം 22 നോക്കുക. മിനിമം നമ്പർ കണക്ടറുകൾ ഉപയോഗിക്കുക. മിനിമം നമ്പർ ബെൻഡുകൾ ട്യൂബിന് ഉപയോഗിക്കുക. പൈപ്പ് ലൈൻ ഒരു ചിട്ടയായതും നേർമാർഗത്തിലും ഫിക്സിംഗ് നടത്താനും മെയിൻ്റനൻസ് ഈസിയാക്കാനുമായി ഡിസൈൻ ചെയ്യുക. ചിത്രം നോക്കുക. സർക്യൂട്ടിലെ വർക്കിംഗ് പ്രഷറിനനുസരിച്ച് ട്യൂബുകളും കണക്ടറുകളും ഉപയോഗിക്കുക. ട്യൂബുകൾ ക്ലീനായി നിലനിർത്തുകയും ചിപ്പുകൾ, ഡസ്റ്റ് മുതലായവയിൽ നിന്നും ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത് പ്രത്യക്ഷമായ ഓയിൽ ലീക്കേജുകൾ കുറയ്ക്കുന്നതിന് പ്രാപ്തമാക്കുന്നു. അടുത്തത് ഫ്ലെക്സിബിൾ ഹോസ് കണക്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫ്ലെക്സിബിൾ ഹോസുകൾ വിലപിടിപ്പുള്ളതാണ്. അവയുടെ ഉപയോഗം വിലയിരുത്തേണ്ടതാണ്. പ്രഷറൈസ്ഡ് ആകുമ്പോൾ ഹോസിൻ്റെ ലെങ്ത് 2% മുതൽ 4% വരെ ചേഞ്ച് ആകും എന്നോർക്കുക. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നീളത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് പരിഹരിക്കുന്നതിനായി ഒരു അയവ് അല്ലെങ്കിൽ ബെൻഡ് ഉണ്ടാക്കുക. ചിത്രം 24 25 നോക്കുക. ഒരു ട്വിസ്റ്റായ ഹോസിൽ ഉയർന്ന ഓപ്പറേറ്റിംഗ് പ്രഷറുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഹോസിന് തകരാർ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന നട്ട് ലൂസാകുകയോ ചെയ്യും. ചിത്രം 25 നോക്കുക. ലൈനിൻ്റെ തകർന്നു വീഴ്ചയും ഫ്ലോയുടെ തടസ്സവും ഒഴിവാക്കാൻ ഹോസിൻ്റെ ബെൻഡ് റേഡിയസുകൾ സാധ്യമായതിനേക്കാൾ വലുതാക്കുക. ചിത്രം 26 നോക്കുക. ഹോസ് ലൈനുകൾ ഒരു ഹോട്ട് എക്സോസ്റ്റ് മാനിഫോൾഡിനടുത്തുകൂടി പാസ് ചെയ്യുമ്പോൾ ഒരു തീപിടിക്കാത്ത ഹാർഡ് ബോർഡ് അല്ലെങ്കിൽ ലോഹത്തകിട് കൊണ്ടോ പ്രൊട്ടക്റ്റ് ചെയ്യണം. ചിത്രം 27 നോക്കുക. ക്വിക്ക് ഇൻസ്പെക്ഷനും മെയിൻ്റനൻസിനും വേണ്ടി എൽബോകൾ, അഡാപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ച് ഈസിയറും ക്ലീനറും ആയ ഇൻസ്റ്റലേഷൻ ഉറപ്പുവരുത്തുക. ചിത്രം 28 29 നോക്കുക. ഒരു ഹോസ് അസംബ്ലി പരിഗണനീയമായ വളയ്ക്കൽ അല്ലെങ്കിൽ വൈബ്രേഷന് വിധേയമാകുമ്പോൾ മെറ്റൽ ഹോസ് ഫിറ്റിങ്ങുകൾ ഫ്ലെക്സിബിൾ പോർഷൻ്റെ ഭാഗമാകാതിരിക്കാൻ ഓർക്കുക. ചിത്രം 28 29 30 നോക്കുക. ഹോസ് കണക്ട് ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ ചലനത്തിൻ്റെ അതേ പ്ലെയിനിൽ തന്നെ ഹോസ് ബെൻഡ് ചെയ്യണം. ചിത്രം 28 29 30 എന്നിവ നോക്കുക. ഹോട്ട് ചിപ്പുകൾ ഹോസുമായി കോണ്ടാക്റ്റ് വരുന്ന ഏരിയകളിൽ മെറ്റൽ വയർ മെഷ് ഉപയോഗിച്ച് ട്യൂബിനെ കവർ ചെയ്യുക. ചിത്രം 31 നോക്കുക.
ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടുകൂടി പഠിക്കുക. താങ്ക് യു.